കെ-ഫോൺ പദ്ധതിയിലും വ്യാപക ക്രമക്കേടുകൾ നടത്തിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം 520 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ക്യാമറ അഴിമതിക്ക് സമാനമായ തട്ടിപ്പാണ് കെ-ഫോൺ പദ്ധതിയിലും വന്നത്. വിവാദത്തിലായ SRIT കൺസോർഷ്യത്തിനും പ്രസാഡിയോയ്ക്കും കെ-ഫോൺ ഇടപാടിലും ബന്ധമുണ്ട്. എസ്റ്റിമേറ്റിനേക്കാൾ 520 കോടി രൂപ ടെൻഡർ കൂട്ടി നൽകി. തുക കൂട്ടാൻ കത്ത് നൽകിയത് M ശിവശങ്കറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ടെൻഡർ എക്സസ് എന്ന് പറയുന്നത് യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ ടെൻഡർ എക്സസ് 520 കോടി രൂപയാണ്. 50% ടെൻഡർ എക്സസ്. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ന് കിഫ്ബിയുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന്റെ ഒരു സർക്കുലർ ഉണ്ട്. എന്താണ്? സർക്കാർ കരാറുകളിൽ 10%-ലധികം ടെൻഡർ എക്സസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം തുക 103 കോടി രൂപയാണ് ടെൻഡർ എക്സസ് കൊടുക്കാവുന്നത്. 103 കോടി രൂപ മാത്രം കൊടുക്കാനിരിക്കെ ഈ കേസിലെ ഈ കെ-ഫോണിലെ ടെൻഡർ എക്സസ് 50%. അതായത് 520 കോടി രൂപ യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലായി കൊടുത്തിരിക്കുകയാണ്. AI ക്യാമറയ്ക്ക് പിന്നാലെ കെ-ഫോണിന്റെ അഴിമതി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മൗനം ഇന്നലെയും തുടരുക. ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളിലും ഭരണാധികാരികളിലും ആദ്യമായിട്ടാണ് ഒരാൾ ആരോപണം വന്നിട്ട് തനിക്ക് നേരെ, തന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്തതിനായി ആരോപണം വന്നതിന് ശേഷം ഒരു വാക്ക് മിണ്ടാത്ത ഈ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. ആ പദവി ഞാൻ ഇന്ന് അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അതേസമയം നാളെ ആരംഭിക്കുന്ന AI ക്യാമറയിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ SRIT എന്ന് പറയുന്ന കമ്പനി ഇവിടെയുണ്ട്. ആ കമ്പനി ഇതിനകത്തുമുണ്ട്. അതിനുശേഷം ഈ SRIT കമ്പനി അവർക്ക് കിട്ടിയ കരാർ ഉപകരാർ കൊടുക്കുകയാണ്. അശോക് ബിൽകോൺ എന്ന് പറയുന്ന വേറൊരു കമ്പനിക്ക് ഉപകരാർ കൊടുക്കുകയാണ്. അശോക് ബിൽകോൺ ആർക്കാണ് കൊടുക്കുന്നത് ഉപകരാർ? പ്രസാദിയ കമ്പനിക്കാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രസാദിയ കമ്പനിക്കാണ് അവസാന കോൺട്രാക്ട് വരുന്നത്. അപ്പൊ ഞാൻ AI ക്യാമറ വിവാദത്തിൽ, അഴിമതി ക്യാമറ വിവാദത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എല്ലാ പാതകളും എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ്. ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് എല്ലാ വഴികളും അവസാനിക്കുന്നത്. കെ-ഫോണിലെ ഈ എല്ലാ ഇടപാടുകളും അവസാനിക്കുന്നത്, എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് പ്രസാദിയ കമ്പനിക്ക് തന്നെയാണ് ഇതിന്റെ അകത്ത് ടെൻഡറും കൊടുത്തിരിക്കുന്നത്. അതേസമയം നാളെ ആരംഭിക്കുന്ന CPM നേതൃയോഗത്തിൽ AI ക്യാമറ വിവാദം ചർച്ചയാകും. തനിക്കും കുടുംബത്തിനും നേരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരും. കൊല്ലം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ മറുപടി പറയുമോ എന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു. TG സജിത്ത്, VV അരുൺ എന്നിവർ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഒരു പുതിയ അഴിമതി ആരോപണം. നേരത്തെ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. ഇപ്പോൾ സതീശൻ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുന്നു. ഈ SRIT ബന്ധമടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ശിവശങ്കറിന്റെ സാന്നിധ്യവും ചർച്ചയാക്കുന്നു. അതെ രഞ്ജിത്ത്, തീർച്ചയായും സർക്കാരിന് മുന്നിൽ പുതിയൊരു വലിയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇതിലും SRIT എന്ന കമ്പനിയും പ്രസാഡിയോ കമ്പനിയുമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് വരുന്നത്. അതായത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതിയിലും വലിയ രീതിയിലുള്ള അഴിമതി, അതായത് 500 കോടിയിൽ പരം രൂപയുടെ അഴിമതി നടന്നു എന്നതാണ് ആരോപണം. 1038 കോടി എന്ന ഒരു എസ്റ്റിമേറ്റഡ് തുകയിൽ തുടങ്ങിയ പദ്ധതി പിന്നീട് 1500 കോടിയിലധികം തുകയിലേക്ക് ഉയർന്നുപോയി. നിലവിൽ നേരത്തെ എസ്റ്റിമേറ്റഡ് തുക ഉയർത്തിക്കൊടുക്കുന്നതിന് കൃത്യമായ ചട്ടങ്ങൾ സംസ്ഥാനത്തുണ്ട്. 10%, അത്യാവശ്യ ഘട്ടങ്ങളിൽ 10% മാത്രമേ എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഉയർത്തി നൽകാവൂ എന്നതാണ് ചട്ടം. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് 50%-ലേക്ക് കരാർ തുക ഉയർത്തി അങ്ങനെ 500 കോടിയിൽ പരം രൂപ അധികമായി നൽകേണ്ടി വന്നു എന്നതാണ് ഈ ആരോപണങ്ങളിൽ ഒന്ന്.
മറ്റൊന്നുള്ളത്, ഈ ആരോപണ വിധേയമായ കമ്പനിക്കും നേരത്തെ AI ക്യാമറ വിവാദത്തിൽ ഉൾപ്പെട്ടതാണ്. SRIT കമ്പനിയാണ്, പല കമ്പനികളും തട്ടിക്കൂട്ടാണ് എന്ന് മാത്രമല്ല, SRIT കമ്പനിയിൽ നിന്നും അവസാനം ഉപകരാർ നേടിയത് പ്രസാഡിയോ കമ്പനിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പങ്കുണ്ട് എന്ന് ആരോപണമുയർന്ന കമ്പനിയിലേക്ക് തന്നെ ഏറ്റവും ഒടുവിൽ K-ഫോൺ പദ്ധതിയുടെ വരുമാനവും വന്നു ചേരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് 1500 കോടിയിൽ പരം രൂപ ചിലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന K-ഫോൺ പദ്ധതിയുടെ ലാഭവിഹിതം ഫലത്തിൽ പ്രസാഡിയോ കമ്പനിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഉടമസ്ഥതയുള്ള കമ്പനിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഈ വിവാദങ്ങളെല്ലാം നടന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഈ എസ്റ്റിമേറ്റഡ് തുകയേക്കാൾ 10% കൂട്ടി നൽകാവൂ എന്ന വ്യവസ്ഥയുള്ളപ്പോൾ ഇത് 50% വർദ്ധിപ്പിച്ച് നൽകിയത് M. ശിവശങ്കറിൻ്റെ ഇടപെടലിനെ തുടർന്നാണ്. M. ശിവശങ്കറിന് ഇതിനുവേണ്ടി പ്രത്യേക നിർദ്ദേശം നൽകുകയും ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേക സ്വഭാവമടക്കം പരാമർശിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ ആരോപണം. അരുണ്, ഈ ശനിയും ഞായറും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. ഇതുവരെ ഇത്തരം ആരോപണങ്ങളിൽ കാര്യമായ പ്രതികരണത്തിന് CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാരും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇനി ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയല്ലേ? നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കട്ടെ എന്ന്, ഈ പഠിച്ച് വിശദീകരിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച പശ്ചാത്തലം കൂടി കൂട്ടി വായിക്കണം. രഞ്ജിത്ത്, അഴിമതി വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതാണ് എക്കാലത്തും CPM സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ ഇത്തരമൊരു ആരോപണം, അഴിമതി ആരോപണം, പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ തെളിവുകൾ അടക്കം ആരോപണം പുറത്തു വരുമ്പോൾ ഇതുവരെയും അതിനെ പ്രതിരോധിക്കാനോ അതിൽ പ്രതികരിക്കാനോ CPM നേതൃത്വം തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വാഭാവികമായും മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്ന ഒറ്റവരി പ്രസ്താവനയിൽ ഒതുങ്ങി പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. പക്ഷേ ഇതുവരെയും മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ആരും ആ വിഷയം ഏറ്റെടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകാൻ ആരും മുന്നോട്ട് വരുന്നില്ല. CPMന്റെ നേതൃത്വം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ നിരവധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളുണ്ട്. അവർ പോലും ഇതുവരെയും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളയാനോ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ പരസ്യമായ രംഗത്ത് വന്നില്ല. P. രാജീവ് നിയമമന്ത്രി ഒരു തവണ വാർത്താസമ്മേളനം നടത്തി ഒഴിച്ചു നിർത്തിയാൽ മറ്റാരും തന്നെ കാര്യമായ ഇടപെടൽ വിഷയം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും ഇപ്പോഴും ഈ ആഴ്ചകൾ പിന്നിടുമ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകൾ, ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ, മാധ്യമങ്ങൾ അത് വാർത്തയാക്കുമ്പോൾ മറുപടി പറയാൻ മുഖ്യമന്ത്രിയും തയ്യാറാകുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ പൊതുപരിപാടികൾ, അത് പാർട്ടി യോഗങ്ങളിൽ, പാർട്ടി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അടക്കമുള്ള സാധാരണ രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളാണ്. അവിടെ പോലും ഈ ആരോപണങ്ങൾക്ക് പൊതുവിലൊരു മറുപടി പറഞ്ഞു പോയതല്ലാതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ മറുപടിക്ക് മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. അദ്ദേഹം എത്രനാൾ ഇത്തരത്തിൽ മൗനം തുടരും, അല്ലെങ്കിൽ മറുപടി പറയാതെ ഈ ആരോപണങ്ങളിൽ അവഗണിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യം വ്യക്തമല്ല. ഒരു കാര്യം ഉറപ്പാണ്, നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ ശനിയും ഞായറും സംസ്ഥാന സമിതി യോഗം ചേരുന്നു. ഈ യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങളിൽ, ഇപ്പോഴത്തെ വിവാദങ്ങളിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. അത് CPMന്റെ സംഘടനാ രീതിയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു ആരോപണം നേരത്തെയൊക്കെ CPMന്റെ പാർട്ടി ശൈലി അനുസരിച്ച് ഈ ആരോപണം ഉയർന്നു വന്ന ഇതിനകം തന്നെ പാർട്ടി നിലപാട്, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിലൂടെയോ ഒക്കെ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. രാജ്യത്ത് തന്നെ ഉള്ള ഏക CPM ഭരണമുള്ള സംസ്ഥാനമാണ്. അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെയാണ് ആരോപണം. എന്നിട്ടും ഇതുവരെ അതിനെ പ്രതിരോധിക്കാനോ ഈ ആരോപണങ്ങൾ തള്ളിക്കളയാനോ നേതൃത്വം തയ്യാറായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് നാളെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും അദ്ദേഹം എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ വസ്തുത എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി നാളെ തന്നെ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. അടുത്ത 2 ദിവസങ്ങൾ സംസ്ഥാന സമിതിയാണ്. സംസ്ഥാന സമിതിയിൽ ഏതെങ്കിലും നേതാക്കൾ ഇപ്പോഴത്തെ ഒരു CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തെ ആ രീതിയിൽ വിമർശിച്ച് രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയില്ല. പഴയ CPM അല്ല ഇതെന്ന് കൂടി പറയണം. നേരത്തെ വലിയ ശക്തമായ നിലപാട് എടുക്കുന്ന പാർട്ടി അഴിമതി വിഷയങ്ങളിലൊക്കെ, പക്ഷേ ഇതുവരെയും അത്തരമൊരു നിലപാട് ഒരിടത്തും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും
സംസ്ഥാന സമിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന്റെ ഭാഗം വിശദീകരിക്കുകയോ ചെയ്യും. ഏറ്റവും അധികം സാധ്യത സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ മുഖ്യമന്ത്രി കാര്യം വിശദീകരിച്ചു പോകും. അത് പിന്നീട് സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഏതായാലും നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗം വളരെ നിർണായകമാണ്. പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് അന്ത്യശ്വാസം നൽകിയിരിക്കുന്നത്. ഇനിയും മൗനം തുടർന്നാൽ മറ്റ് ശക്തമായ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ്. അതിർപക്ഷെ നിയമ നടപടിയാകാം, പ്രത്യക്ഷ സമരങ്ങളാകാം, മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭങ്ങളാകാം. അതിനു മുമ്പ് മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും കാത്തിരുന്ന് കാണണം. ഇന്ന് കൊല്ലത്തട